നമ്മോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ സജീവൻ ചേരുകയാണ്. ശ്രീ എ സജീവൻ, ഇന്നലെ സതീശൻ പറഞ്ഞ പരസ്യമായ അതൃപ്തി കലർന്ന ശരീരഭാഷയിലെ പ്രതികരണങ്ങൾ, ഇന്ന് ചെന്നിത്തല പറയുന്ന പ്രതികരണം, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ കോൺഗ്രസിനുള്ളിലെ ഈ നേതൃത്വ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒപ്പം അദ്ദേഹം ചേർക്കുന്നു പുനഃസംഘടനയുടെ വിഷയത്തിൽ പുനഃസംഘടന ചെയ്ത് ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇപ്പോൾ പ്രശ്നങ്ങൾ പാർട്ടിയിലുണ്ട് എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നത് കൂടിയാണ്. ശ്രീ സജീവൻ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പോരാട്ടം നടക്കുന്നത് താക്കോൽ സ്ഥാനത്തിന് വേണ്ടിയില്ല, കോൺഗ്രസുകാരുടെ ഭാഷയിൽ പറഞ്ഞ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയില്ല, അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാനുള്ള അടുത്ത ഘട്ടത്തിൽ അതിനുള്ളൊരു പോരാട്ടമാണ്. അത് നേരത്തെ തന്നെ രമേശ് ചെന്നിത്തല അക്കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയെ മാറ്റിയിട്ട് വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയ സമയത്ത് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഞാൻ ഉണ്ടാകും എന്നാണ്. അതായത് ഭാവിയിൽ താൻ ഈ രംഗത്ത് നിന്ന് പിന്മാറുന്നില്ല, തീർച്ചയായിട്ടും ആ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാം തന്നെ വളരെ കൃത്യമായ രൂപത്തിൽ നിഷ്കാസനം ചെയ്തുകൊണ്ടാണ് വളരെ തന്ത്രപൂർവ്വം വി.ഡി. സതീശനെ ആ സ്ഥാനത്തിരുത്തിയതെന്ന്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് അനുകൂലമായ പല ഘടകങ്ങളും ഉണ്ടായിട്ടുണ്ട്. വി.ഡി. സതീശനെതിരായിട്ടുള്ള കുറെ ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടാണ് വി.ഡി. സതീശൻ നേരത്തെ വളരെ രൂക്ഷമായിട്ട് NSS ജനറൽ സെക്രട്ടറിക്ക് എതിരെ പറഞ്ഞിരുന്നു, പിന്നെ SNDP യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെയും പറഞ്ഞിരുന്നു. ഇവിടെ ഈ രണ്ട് വിഭാഗത്തിലെയും ആളുകൾ ഇപ്പോൾ കൃത്യമായിട്ടും തങ്ങളുടെ മനോഭാവം, തങ്ങളുടെ മനസ്സ് ഈ വി.ഡി. സതീശനൊപ്പമല്ല, രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്ന് വെള്ളാപ്പള്ളി നടേശനെ കൃത്യമായി പറഞ്ഞു, ഇവിടെ സതീശനെ മാറ്റി നിർത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തലയെ ഈ മന്നം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയിലേക്ക് മുഖ്യ പ്രഭാഷകനായിട്ട് ക്ഷണിച്ചതോടുകൂടിയിട്ട് NSS അത് കൃത്യമായി പറഞ്ഞു, ഞങ്ങൾക്ക് അടുപ്പമുള്ളത് രമേശിനോടാണ് എന്ന്. സതീശന്റെ നില അവിടെ പരുങ്ങല്ലാണ്. അതോടൊപ്പം അതിന് വളരെ ശക്തി പകരുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മേൽക്കൈ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ പിന്തുണയായിരുന്നു. രമേശ് ചെന്നിത്തല സംഘിയാണ് എന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് തന്നെ വരുത്താനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അതൊരു പക്ഷെ യാഥാർത്ഥ്യമായിരിക്കും, അല്ലായിരിക്കും. എന്തായാലും അത് പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് സതീശ് എന്നുള്ള കാര്യത്തിൽ. തിരിച്ചാണ് ഇപ്പം മുനമ്പം പ്രശ്നത്തിൽ ഒരാളും ചോദിക്കാതെ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നാം കണ്ടതാണ് ഡീൽ. അതെ, ഡീലിന്റെ കാര്യം പറഞ്ഞു മാത്രം അദ്ദേഹം പറഞ്ഞത് ഇത് വളരെ കൃത്യമായിട്ടും ഈ വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നതോട് കൂടിയിട്ട് മുസ്ലിങ്ങളുടെ മുഴുവൻ എതിരഭിപ്രായം അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. അങ്ങനെ സാമുദായിക സംഘടനകളുടെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ എതിർപ്പ് വി.ഡി. സതീശന് എതിരായിട്ടുണ്ടാകുമ്പോൾ അതിന്റെ നേട്ടം രമേശ് ചെന്നിത്തല കൈവരിക്കും. സ്വാഭാവികമായിട്ട് ഈ പോരാട്ടം ഇത് നേട്ടമാർക്കെന്നുള്ള പിന്നീട് നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. പക്ഷെ പോരാട്ടം ശക്തമാവുകയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം. വേറെ ഒരു കോൺഗ്രസിനെ രക്ഷിക്കാൻ പറ്റുന്നില്ല. ഇത് താക്കോൽ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ തുടക്കം മാത്രമാണ്. അത് തീർച്ചയായും. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കോൺഗ്രസ് ജയിച്ചാൽ മുഖ്യമന്ത്രി ആരാകും, പക്ഷേ യഥാർത്ഥത്തിൽ ഈ UDFോ കോൺഗ്രസോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുമോ, ഭൂരിപക്ഷ സീറ്റ് നേടുമോ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും വിശ്വാസമില്ല. പക്ഷേ ആര് ആ തെരഞ്ഞെടുപ്പിൽ തലപ്പത്ത് നിന്ന് നയിക്കും എന്നുള്ളതാണ്. അത് രമേശ് ചെന്നിത്തല ആകുമോ അതോ വി.ഡി. സതീശനാകുമോ, അതിനുള്ള ചക്ലത്തി പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായും താങ്കളുടെ നിരീക്ഷണം ശരിയാണ്. പക്ഷേ ചെന്നിത്തല ഏറ്റവും പുതിയതായി പറയുന്നത് പുനഃസംഘടനയുടെ ആവശ്യം. കാരണം പാർട്ടി ദുർബലമാണ് ഈ ഘട്ടത്തിൽ, അത് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ്. മാത്രമല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ പുനഃസംഘടന നടത്തിയില്ലെങ്കിൽ പാർട്ടി ശക്തിപ്പെടുകയില്ല. എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ വാദത്തിൻ്റെ രാഷ്ട്രീയം? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പഴയ ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്, ഈ ഗ്രൂപ്പുകാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പുനഃസംഘടന വേണമെന്നൊക്കെ പറയുമ്പോൾ രമേശ് ചെന്നിത്തല തന്റെ ഭാഗം സേഫാക്കി വെക്കുകയും മറുഭാഗം എ ഗ്രൂപ്പുമായിട്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തല വളരെ അടുപ്പമുള്ളതാണ്. സ്വാഭാവികമായിട്ടും എ ഗ്രൂപ്പിന് പ്രസിഡന്റ് സ്ഥാനം കിട്ടാവുന്ന രൂപത്തിലേക്ക് ഒരു നീക്കം നടത്തുകയും ചെയ്താൽ അവരുടെ കൂടി പിന്തുണയോട് കൂടിയിട്ട് തനിക്ക് തന്റെ സ്ഥാനം, ഈ പറയുന്ന താക്കോൽ സ്ഥാനം എന്താണോ അത് സുരക്ഷിതമാക്കി നിർത്താൻ കഴിയുമെന്നുള്ള ഒരു ധാരണ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ട് എന്നാണ്
ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പുനഃസംഘടനയ്ക്ക് വേണ്ടി പറയുന്നത്. അദ്ദേഹത്തിന് ഒരിക്കൽ അറിയാം, ഇപ്പോൾ രണ്ട് വിഭാഗക്കാരും ഐക്കാരാകുമ്പോൾ, പഴയ ഐക്കാരാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു അതൃപ്തി എ വിഭാഗത്തിനുണ്ടാകും. എ വിഭാഗത്തിന് ഇപ്പോൾ ശക്തമായിട്ട് അതുണ്ട്. അപ്പൊ അതിന് പകരം എ വിഭാഗത്തിന് അനുകൂലമായിട്ട് ഈ പ്രസിഡന്റ് സ്ഥാനം കൊടുക്കുക. നേരത്തെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അങ്ങനെ ആ രീതിയിലാണല്ലോ വെച്ച് മാറിയിരുന്നത്. അതേപോലെ തന്നെ കരുണാകരന്റെ കാലത്താണെങ്കിലും ആന്റണിയും കരുണാകരനൊക്കെ ആ രീതിയിലാണ് ഒരു സമവായം ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ അതേപോലെ ഒരു പരസ്പര ധാരണയോടുകൂടി എ ഗ്രൂപ്പുമായിട്ട് സഹകരിച്ചു പോകാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ തനിക്ക് വെല്ലുവിളിയാവുന്ന ആളുകളെ ഇപ്പുറത്ത് വെട്ടാനുള്ള സൗകര്യം കൂടി അദ്ദേഹം ഇതിൽ കാണുന്നുണ്ടാവും. അതാണ്. അപ്പോൾ സതീഷിനെതിരാകുന്നു AI ഗ്രൂപ്പുകൾ. ആ AI ഗ്രൂപ്പുകളുടെ സ്വീകാര്യത ചെന്നിത്തലയിലേക്ക് എത്തുന്നു. അത് ചെന്നിത്തല ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. NSSൻ്റെയും SNDPയുടെയും ഒക്കെ ക്ഷണം ആസ്വദിക്കുന്നു എന്നുള്ളതാണ് ശ്രീ എ. സജീവൻ നിരീക്ഷിക്കുന്നത്.